Hello friends, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും 96 ബാച്ച് അല്ലേ? ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും 96 ബാച്ച് അല്ലേ? ഓക്കെ, നിങ്ങൾ 96 ബാച്ചിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയോ? 10 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. 96 ബാച്ചിൽ എത്ര പേരുണ്ടെന്ന് അറിയോ? 30+ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടം വരെ നിങ്ങൾ പഠിച്ചു? ഇൻട്രാഡേ സ്ട്രാറ്റജി ഒക്കെ കംപ്ലീറ്റ് ആയോ? സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ കംപ്ലീറ്റ് ആയോ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കുമോ? എന്നോട് വോയിസ് കേൾക്കണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. എന്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അങ്ങോട്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് പറയോ എല്ലാവരും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അപ്പൊ നിങ്ങളുടെ സിലബസ് ഇപ്പൊ എവിടെ വരെ എത്തി? നിങ്ങൾ ക്ലാസ് ഫുള്ള് കഴിഞ്ഞോ അതോ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേജ്? മാർക്കറ്റ് സ്റ്റേജസ് ആൻഡ് സ്ട്രക്ചർ കഴിഞ്ഞു, കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കഴിഞ്ഞു, പിന്നെ ചാർട്ട് പാറ്റേൺ കഴിഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഇൻട്രാഡേ ചെയ്യുന്ന സ്ട്രാറ്റജി ഓൾറെഡി പഠിച്ചിരുന്നോ? സുനിൽ സാറിന്റെ വീഡിയോ ഉണ്ട്. സുനിൽ സാറിന്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, അതല്ലാതെ ഇൻട്രാഡേയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വല്ലതും പഠിച്ചിരുന്നോ നിങ്ങൾ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി നമ്മൾ പഠിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ബ്രോക്കറുടെ ടെർമിനൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ലൈവ് ട്രേഡിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് പൊതുവായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണ്. അതുപോലെ തന്നെ ബ്രോക്കറുടെ ടെർമിനൽ എങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണും. അപ്പൊ പല ആൾക്കാർക്കും ഓൾറെഡി അറിയായിരിക്കാം അല്ലെ? ഓൾറെഡി ബ്രോക്കറുടെ ടെർമിനൽ യൂസ് ചെയ്ത് പരിചയമുള്ളവർ ഒന്ന് കൈ ഉയർത്താവോ? വിഷ്ണു മാത്രമേ ഉള്ളൂ? ബാക്കി എല്ലാവരും ബിഗിനേഴ്സ് ആണോ? ബിനോയ് ഇറക്കൽ എന്താ പറഞ്ഞേ? ഞാൻ ക്വസ്റ്റ്യൻ കേട്ടില്ലേ. ബ്രോക്കറുടെ ടെർമിനൽ ഓൾറെഡി യൂസ് ചെയ്ത് പരിചയമുള്ളവരൊന്ന് കൈ ഉയർത്താവോ? മനീഷ്, വേറെ ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോക്കിൽ ഏതെങ്കിലും ബ്രോക്കേഴ്സിന്റെ? ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി ആർക്കും അറിയില്ല ബ്രോക്കർ ടെർമിനൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല അല്ലെ? അപ്പൊ നിങ്ങളോട് ഫസ്റ്റ് സ്റ്റോക്ക് ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ചെയ്തോ? എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടോ? ട്രേഡ് ചെയ്യുന്ന ടെർമിനൽ ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ, അതിലാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് എടുത്തു വെച്ചിട്ടുണ്ടോ മൊബൈലില്? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻട്രാഡേ സ്ട്രാറ്റജി ഒരെണ്ണം പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അത് നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ കൂടുതൽ വാല്യുവേഷനോ അല്ലെങ്കിൽ അനാലിസിസിന് ടൈം കളയാതെ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളൊന്ന് പഠിക്കാം. അപ്പൊ ട്രേഡിങ്ങിൽ ഒട്ടും എക്സ്പീരിയൻസ് ഉള്ള ഇല്ലാത്ത ആൾക്കാർ പലരും ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും അല്ലെ? ആദ്യമായിട്ട് ഒരു ട്രേഡിംഗ് പാനൽ കാണുന്നവരോ അല്ലെങ്കിൽ ബ്രോക്കർ ടെർമിനൽ യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചാർട്ട് നിങ്ങളിപ്പോ 5-6 ക്ലാസ്സുകൾ മാത്രമേ ചാർട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ
ഇൻട്രാഡേയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് വലിയ പ്രോഫിറ്റബിലിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അത്രമാത്രം നമ്മൾ നോക്കേണ്ടത് വളരെ ലെസ് എഫേർട്ട് എടുത്തിട്ട് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ പയ്യെ പയ്യെ നമ്മൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പല പല സ്ട്രാറ്റജികൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുന്നു. അതെങ്ങനെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിനോട് കൂടി നമ്മൾ ചെയ്യാന്നുള്ളതാണ് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് എത്ര കൃത്യനിഷ്ഠതയോട് കൂടി നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 or 6 ക്ലാസ്സുകളിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ സാറേ, ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞു. ഡൗട്ട് വരുന്നത് സാറേ, ഞാൻ ഈ ജോലിയിലാണ് സാറേ ഇപ്പം. ഓക്കെ ഓക്കെ സാറേ, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് അറിയുന്നത്? എന്താണ്? ജോലിയിലാണ് നമുക്ക് അന്നേരം ഇപ്പം നോക്കിയിരിക്കാൻ പാടാണ്. ഇത് നോക്കിയിരിക്കാൻ അധികം ടൈം വേണ്ടാത്തൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോണ ആൾക്കാർക്കും അതിന്റെ ഒപ്പം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ജോലിയിലാണ് കേട്ടോ. ഓക്കെ, ജോലിയിൽ ഉള്ള ആൾക്കാർക്കും ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്രോക്കർ ടെർമിനലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് എടുത്ത് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചാർട്ട് നോക്കുന്നേ ഇല്ല. പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെച്ച് പിന്നെ നമുക്ക് ഫ്രീ ആവും. അപ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ജോലിയിനുള്ളിൽ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് മാർക്കറ്റ് 9:15 തുടങ്ങി 3:30 വരെയുള്ള മാർക്കറ്റ് അവേഴ്സിൽ തീരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ഫോക്കസ് ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ ടെർമിനലിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെ? എല്ലാവർക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയില്ലേ? ബേസിക് ഒക്കെ അറിയില്ലേ? ട്രേഡിംഗ് വ്യൂ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുക മെയിൻലി നിഫ്റ്റി 50-യിലുള്ള കമ്പനികളിലാണ്. അതായത് നിഫ്റ്റി 50-യിലെ 50 കമ്പനികളിലാണ് നമ്മൾ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇത് ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഫ്രീ വെർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ വെർഷനിൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് 30 സ്റ്റോക്കുകളാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? നിഫ്റ്റി 50-യിലെ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ 30 സ്റ്റോക്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ നോക്കാം. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അത് ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾ പോയിട്ട് നാളെ വരുമ്പോഴേക്കും ഇതൊന്ന് ചെയ്തു വരാം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 1 by 1 ആയിട്ട് വെറുതെ നെക്സ്റ്റ് അടിച്ച് നോക്കി പോവാം. അപ്പോ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, NSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പനികളാണ് ഈ നിഫ്റ്റി 50 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിൽ ആദ്യത്തെ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ 30 എണ്ണം. അപ്പൊ ഇതിന്റെ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിഫ്റ്റി 50 സ്റ്റോക്സ് ലിസ്റ്റ്. ഓൾറെഡി ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു, നിഫ്റ്റി 50 സ്റ്റോക്കുകൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഹോംവർക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂല് ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ലോഡ് ചെയ്തിട്ടില്ല, എഴുതി വെച്ചിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് ഓൾറെഡി അറിയാലോ, അല്ലെ? അപ്പൊ നിഫ്റ്റി 50 അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിഫ്റ്റി 50 സ്റ്റോക്ക് ലിസ്റ്റ് CSV എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. CSV. അപ്പൊ NSEയുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പൊ അതില് ഇതുപോലെ ഒരു സുദർശനചക്രത്തിന്റെ ഒരു എംബ്ലം ഉണ്ടാവും. ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാല് കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫയൽ കാണാം, ഡൗൺലോഡ് ലിസ്റ്റ് ഓഫ് നിഫ്റ്റി 50 സ്റ്റോക്ക് CSV. അപ്പൊ ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് എടുക്കരുത്. ഈ ഏറ്റവും അവസാനത്തുനിന്ന് സെക്കൻഡ് ലാസ്റ്റ് ഫയൽ, ആ ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അത് 1 by 1 ആയിട്ട് ഇവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ആഡ് സിമ്പിൾ. സാർ, എനിക്ക് ആ സ്ക്രീനിൽ ഒന്ന് കാണില്ലായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല മേ ബി എന്റെ ടെസ്റ്റ് ആണോന്ന് അറിയില്ല. നോട്ടണ്ട, ഒരു മിനിറ്റ്. ശരി, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ
ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സർ ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പേജ്. അപ്പൊ ഈ പേജ് കിട്ടാൻ ഞാൻ ഒന്നുകൂടി ബാക്ക് അടിക്കാം. നമ്മൾ ഗൂഗിളിൽ നിഫ്റ്റി 50 സ്റ്റോക്ക് ലിസ്റ്റ് CSV എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരെ NSEയുടെ പേജാണ്. ഈ ഒരു എംബ്ലം ലോഗോ നോക്കി വെക്കുക. ഇതിൽ ഫസ്റ്റ് പേജിൽ കയറി കഴിഞ്ഞാൽ കുറെ ഫയലുകൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും അവസാനത്തു നിന്ന് തൊട്ട് മുമ്പിലത്തെ ഫയൽ, ഈ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിഫ്റ്റി 50യുടെ സ്റ്റോക്കിന്റെ ലിസ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാവുന്ന തരത്തിൽ ഒരു CSV ഫയൽ എന്ന് പറഞ്ഞാൽ അത് എക്സലിലാണ് ഓപ്പൺ ആയി വരിക. ഇത് മൊബൈലിലായാലും ഇങ്ങനെ തന്നെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതില് ഈ മൂന്നാമത്തെ കോളമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ കോളംസും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. 1, 2 അല്ല 4, 5 നമുക്ക് ആവശ്യമില്ല. ഈ മൂന്നാമത്തെ കോളമാണ് ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്, അബ്രീവിയേഷൻ. അപ്പൊ ഇത് ഇവിടെ നിന്ന് നമുക്ക് നേരെ, ഇപ്പൊ നിങ്ങൾ ലാപ്ടോപ്പിൽ തന്നെയാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ട്രേഡിംഗ് വ്യൂല് വാച്ച് ലിസ്റ്റിൽ ഇവിടെ ചെറിയ പ്ലസ് ബട്ടൺ കാണാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 30 സ്റ്റോക്സുകൾ നിങ്ങൾ ആഡ് ചെയ്യാത്തവർ നാളേക്ക് ആഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ നമ്മൾ ഇൻട്രാഡേ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സുകൾ ഏതാണ്? പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇൻട്രാഡേ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സുകൾ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്സുകൾ തന്നെയാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് നിഫ്റ്റി 50 സ്റ്റോക്സുകൾക്കുള്ള പ്രത്യേകത? വോളിയം അല്ലെ? അതായത് ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഗുണം? നമ്മൾ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുന്നതിൽ എന്താണ് ഗുണം? ആരെങ്കിലും അറിയോ? സ്പ്രെഡ് കുറവായിരിക്കും. സ്പ്രെഡ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിരുന്നോ സ്പ്രെഡ്? അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിരുന്നോ? ബേസിക് ക്ലാസ്സുകളിൽ സ്പ്രെഡ് എന്നുള്ള വേർഡ് പഠിച്ചിരുന്നോ? ഇല്ല. അപ്പൊ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം, അതായത് അതിന്റെ ഒരു ബേസിക് ഞാൻ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിന്റെ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ ഒരു സ്റ്റോക്ക് എന്ന് വിചാരിച്ചു. അപ്പൊ അത് 1340 രൂപ 50 പൈസയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത്, അല്ലെങ്കിൽ NSEയിൽ അല്ലെങ്കിൽ ബ്രോക്കറുടെ ടെർമിനലിൽ നമ്മൾ കാണുന്നത് അവസാനമായിട്ട് കച്ചവടം നടന്ന വിലയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്നാണ്. അപ്പോൾ ആക്ച്വലി പ്രൈസ് സഞ്ചരിക്കുന്നത് ഒരു പ്രൈസ് ആയിട്ടല്ല, 2 പ്രൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ലൈൻ ഇടാം. ഇവിടെ 2 ലൈൻ ഇടാം. ഓക്കെ, അപ്പൊ പ്രൈസ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ 2 ലൈനായിട്ടാണ്, 2 പ്രൈസ് ആയിട്ടാണ്, ഒരു പ്രൈസ് അല്ല. അപ്പൊ ഇതില് മുകളിൽ കിടക്കുന്ന പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിഡ് പ്രൈസ്, താഴെ കിടക്കുന്ന പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്ക് പ്രൈസ്. അപ്പൊ ഇങ്ങനെയാണ് പ്രൈസ് റിയാലിറ്റിയിൽ സഞ്ചരിക്കുന്നത്. അതായത് നിങ്ങളൊരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ്, ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ, ജോയിലെ, ഞാൻ ക്ലാസ്സിലുണ്ട്, മറ്റേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രാഡേ ബേസിക്കലി. അതെ 96 ഇല്ല, 95 ഇല്ല, 96 എടുക്കാനാ പറഞ്ഞേ. ഒന്നൊരു മെസ്സേജ് ഇടാവോ ജസ്റ്റ്? ഇനി നമുക്ക് എന്നായിരിക്കും നമ്മൾ പറയാന്ന് പറഞ്ഞാൽ മതി, കാരണം ഇനി 96 എടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് അവനോട് ചോദിക്കുക മെർജ് ചെയ്യണോ എന്നുള്ളതേ. ശരി 95 ക്ലാസ്. ഇപ്പൊ ഈ അമൽ പറഞ്ഞു വെച്ചാൽ 96 കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്, 95 വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. അപ്പൊ ഇപ്പൊ ജോയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അറിയില്ല. 95 96 പുതിയ ബാച്ചാണ്, അപ്പൊ അവർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക്
മറ്റവരെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി ചോദിച്ചിട്ട് വേണമെങ്കിൽ തീരുമാനം എടുക്കാം. 96 ആണ്. ആ ബാച്ചിലേക്ക് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. 96 ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ജോയിനുണ്ട്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. 96 ബാച്ചിലാണ് ഇപ്പൊ ക്ലാസ് പോവാറേ. അപ്പൊ ആ ബാച്ചിൽ ലിങ്ക് കിട്ടിയില്ല എന്ന് പറയായിരുന്നു. അപ്പൊ അവർക്ക് ഓൾറെഡി ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അവർ ഓൾറെഡി കവർ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ പ്രൈസ് പോകുന്നത് 2 പ്രൈസ് ആയിട്ടാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാൻ വരായിരുന്നു. ഇപ്പൊ നമ്മളൊരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ, ഒരു വണ്ടി കച്ചവട ചന്ത ഉദാഹരണം, അപ്പൊ അത് നമുക്കൊരു മാരുതിയുടെ സ്വിഫ്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്വിഫ്റ്റുകൾ കിടക്കുന്നുണ്ടാവും. അതിലൊരു പെർട്ടിക്കുലർ മോഡൽ, ഫോർ എക്സാമ്പിൾ 2023 മോഡൽ നമുക്ക് വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ പല ആൾക്കാരും പല പ്രൈസ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞു നിൽക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് വില പേശി നിൽക്കുന്നത് 4,90,000 തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ നമ്മള് ചോദിക്കുന്ന വിലയാണ് 4,90,000 കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങാം. പക്ഷെ സാധനം കയ്യിലുള്ള ആൾ പറയുന്ന വില 5 ലക്ഷമാണ്. അപ്പൊ അതുപോലെയാണ് ഈ 5 ലക്ഷം എന്ന് പറയുന്നതാണ് ആസ്ക് പ്രൈസ്. ആസ്ക് ആ പേരിൽ തന്നെയുണ്ട്, സാധനം കയ്യിലുള്ള ആൾ ചോദിക്കുന്ന പ്രൈസ്. എന്നാൽ നമുക്ക് ആവശ്യം എത്രയ്ക്കാണ്, ബയേഴ്സിന് ആവശ്യം എത്രയ്ക്ക് കിട്ടാനാണ്? 4,90,000. അതിന് വിളിക്കുന്ന പേരാണ് ബിഡ് പ്രൈസ്. അപ്പൊ ഇങ്ങനെ ആണ് പ്രൈസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു ആസ്ക് പ്രൈസിന്, ഒരു ബയ്യർ സെല്ലർ ചോദിക്കുന്ന പ്രൈസിന് ആ കാറ് വാങ്ങുമ്പോഴാണ് അവിടെ കച്ചവടം നടക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ ഒരു കച്ചവടം നടന്നു കഴിയുമ്പോൾ അതിലൊരു സ്റ്റാഫ് പോയിട്ട് ഒരു ബോർഡിൽ ലാസ്റ്റ് വണ്ടി കച്ചവടം നടന്ന വണ്ടിയുടെ നമ്പറും എത്ര വിലയാണെന്നുള്ളത് എഴുതാണെന്ന് വിചാരിച്ചു. അതിനെയാണ് നമ്മൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചിരുന്നു 95 എടുക്കണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ വേണ്ട, 96 മാത്രം എടുത്താൽ മതി. ഞാനപ്പോ അവര് പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച, നമ്മളുടെ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ എന്തായാലും ഒരു മെസ്സേജ് കിട്ടോ 95. ഇനി എന്നാണ് നമുക്ക് ക്ലാസ് വേണ്ടതെന്നുള്ളത് അവർക്ക് ക്ലാസ് ഇനി എടുക്കാവോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യണമെങ്കിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് കച്ചവടം നടന്ന വിലയാണ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 2 വിലയായിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോക്കിന്റെ കേസിൽ വരാണെങ്കിൽ, ഒരു സ്റ്റോക്കിന് ചിലപ്പോൾ നമ്മൾ ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1000 രൂപ 50 പൈസ ആയിരിക്കും. ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1000 രൂപയായിരിക്കും. അപ്പൊ നമ്മളെ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ നമ്മൾ 1000 രൂപ 50 പൈസ കൊടുത്തിട്ടാണ് മേടിക്കുക. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ അത് വിൽക്കാണെന്ന് വിചാരിച്ചു, നമുക്ക് മേടിച്ചത് ഒരു അബദ്ധം പറ്റി, അപ്പൊ തന്നെ നമ്മൾ സെല് ചെയ്യാന്ന് വിചാരിച്ചു, ആ മിനിറ്റിൽ തന്നെ, മൊമെന്റിൽ തന്നെ. അപ്പൊ നമുക്ക് 1000 രൂപയെ കിട്ടുന്നുള്ളൂ, അതായത് 50 പൈസ കുറവേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ ആസ്ക് പ്രൈസ് ബിഡ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. അപ്പൊ ഈ സ്പ്രെഡ് നമുക്ക് ആക്ച്വലി വരുന്ന ഒരു കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ചാർജസ് ഉണ്ടല്ലോ, ബ്രോക്കറേജ്, അല്ലെ, സെബിയുടെ ചാർജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചാർജാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്രെഡ് എത്ര കുറയുന്നുവോ അത്രയും നമുക്ക് ആ ചാർജ് കുറയും. അപ്പോ ചെറിയ സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് 1 രൂപയൊക്കെ സ്പ്രെഡ് വരും. വലിയ സ്റ്റോക്കുകൾ, അതായത് നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ ആ സ്പ്രെഡ് വളരെ കുറവായിരിക്കും. അതൊരു 10 പൈസയോ 20 പൈസയോ 30 പൈസയോ ഒക്കെ ആയിരിക്കും. സാധാരണ നിലയ്ക്ക് ഒരു 10 പൈസ മുതൽ 30 പൈസയൊക്കെയാണ് നിഫ്റ്റി 50-ൽ വരാറ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്സുകളിൽ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യണം എന്ന് പറയുന്നത്. തന്നെയല്ല, വലിയ പൈസയ്ക്ക് ട്രേഡ് ചെയ്യാനും എപ്പോഴും ബെസ്റ്റ് വലിയ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സ്റ്റോക്സുകൾ നമ്മൾ ആഡ് ചെയ്തിടുന്നു. അപ്പൊ അത് ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. അപ്പൊ എല്ലാ ദിവസവും വന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നമ്മളൊരു റുട്ടീൻ ബേസ്ഡ് ആയിട്ട്, വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ഒരേ ഫ്ലോ ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുന്നത് ഓരോ സ്റ്റോക്സുകൾ ഇങ്ങനെ മാറി മാറി നോക്കാം ആൽഫബറ്റിക് ഓർഡറിൽ. അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്.
15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പൊ ടൈം ഫ്രെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ കിടക്കുന്നത് 1 ഡേയുടെ ചാർട്ട് ആയിരിക്കും അല്ലെ. 1 ഡേയുടെ ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ആ ടൈം ഫ്രെയിം പലപ്പോഴും ട്രേഡിംഗ് വ്യൂവിൽ ഇതുപോലെ വാട്ടർമാർക്ക് ആയിട്ട് കാണിക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അഡാനി പോർട്സ് 1 ഡേ. അപ്പൊ അത് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ കാണുന്നില്ലെങ്കിൽ, ഡീഫോൾട്ട് ആയിട്ട് ഇത് കാണുന്നില്ല, അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട്, ഓർത്ത് വെക്കുക, റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 ടിക്കറ്റ് വെക്കുക. ടിക്കർ, ഇന്റർവെല്, ഡിസ്ക്രിപ്ഷൻ. അതിൽ ഇന്റർവെല്ലാണ് നമ്മൾ ഈ പറയുന്ന 15 മിനിറ്റ് അല്ലെ. ഇപ്പൊ 1 ഡേ ആണ് കിടക്കുന്നത്, നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് 15 മിനിറ്റിലേക്ക് ആക്കണം. അപ്പൊ നമ്മുടെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 15 മിനിറ്റിന്റെ ചാർട്ട് നോക്കിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ആദ്യം തന്നെ എന്താണ്, മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ചെറിയ വ്യത്യാസം ഉണ്ടാവും. മൊബൈൽ ഫോണിൽ ആ ടൈം ഫ്രെയിം അവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ആ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈം ഫ്രെയിംസ് ഇതുപോലെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം സ്റ്റാർ ഇട്ട് വെക്കാം. അപ്പൊ ആ സ്റ്റാർ ഇട്ടത് പെട്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിൽ 15 മിനിറ്റ് കിടക്കുന്നില്ലെങ്കിൽ അതിൽ പോയിട്ട് സ്റ്റാർ ഇടുക. അപ്പൊ അതിൽ 15 മിനിറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഓരോ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 ഡേയുടെ ചാർട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക അല്ലെ. ആരെങ്കിലും ഇപ്പോ നിങ്ങൾക്കൊരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ കോള് തരുമ്പോൾ ചിലപ്പോൾ 1 അവറിന്റെയോ 1 ഡേയുടെ ചാർട്ടായിരിക്കും. അപ്പൊ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ, ഓരോ സ്ട്രാറ്റജിയിലും ഡിഫറെന്റ് ആണ്, ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ 15 മിനിറ്റിന്റെ ചാർട്ടാണ് നോക്കേണ്ടത്. അപ്പൊ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലെ. ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ റൂൾസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്ട്രാറ്റജി. അപ്പൊ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഒരു സെറ്റ് ഓഫ് റൂൾസ് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുക. അതിൽ റൂൾ നമ്പർ 1 ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടീഷൻ നമ്പർ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ 2 3 കണ്ടീഷൻസ് ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ 5 6 അല്ലെങ്കിൽ 10 കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ പല ആൾക്കാരും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാത്തതിന്റെ വലിയൊരു കാരണം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. ഇനി അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സിസ്റ്റത്തിന് മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഇല്ല. അപ്പൊ എല്ലാ സ്ട്രാറ്റജി, എല്ലാ സിസ്റ്റം വിജയിച്ചോളണമെന്നില്ല. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? നമുക്കത് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞ ഒരു 100 ദിവസമോ അല്ലെങ്കിൽ ഒരു 200 ദിവസമോ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം പ്രോഫിറ്റ് ആവുമായിരുന്നു അല്ലെങ്കിൽ എത്ര ദിവസം ലോസ് ആവുമായിരുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അതിന് ട്രേഡേഴ്സ് വിളിക്കുന്ന ഒരു പേരാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പഠിച്ചതിന് ശേഷം നിങ്ങൾക്കും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റുള്ള ഒരാൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജി വെച്ചിട്ട് ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കുറയും. 2 3 ദിവസം അടുപ്പിച്ച് ലോസ് വരുമ്പോൾ ആ സ്ട്രാറ്റജി ക്വിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇത് ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ടെൻഡൻസി വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന സ്ട്രാറ്റജി പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം, സ്വന്തമായിട്ട് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ബാക്ക് ടെസ്റ്റിങ്ങിന്റെ കേസിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി എത്ര പ്രാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്താലാണ് അതിനെ അപ്രോക്സിമേറ്റ്ലി വിജയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വിന്നിങ് റേറ്റ് നമുക്ക് അറിയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ മിനിമം ഒരു 100 പ്രാവശ്യമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു 200 500 പ്രാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നല്ലത്. അപ്പൊ ഒരു സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ മിനിമം അതൊരു 100 ദിവസമെങ്കിലും പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് 100 ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാ സ്ട്രാറ്റജികളും ചിലപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മിക്ക സ്ട്രാറ്റജികളും നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 100 എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, മിനിമം 100 എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏകദേശം ഒരു 55 മുതൽ 60% വിന്നിങ് റേറ്റ് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 60% വിന്നിങ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 100 ട്രേഡ് എടുത്താൽ അതിൽ 40 എണ്ണം പരാജയപ്പെട്ടേക്കാം, 60 എണ്ണം വിജയിക്കണം. അപ്പൊ നമുക്ക് എത്ര ട്രേഡിന്റെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളത് നമുക്കൊന്ന് സങ്കല്പിക്കാം. നമ്മൾ നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% മാത്രമാണ് റിസ്ക് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക അല്ലെ. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് സങ്കല്പിക്കാം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയുടെ 1% എത്രയാണ്?
ആർക്കെങ്കിലും അറിയോ? ചാറ്റ് ജിപിടിയോട് ചോദിക്കണം. 1000 രൂപ അല്ലെ? അപ്പോ 1000 രൂപയാണ് നമ്മൾ ഒരു ദിവസം റിസ്ക് എടുക്കേണ്ടത്. പ്രൊഫഷണൽ ട്രേഡേഴ്സ്, വേൾഡിലെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്. നമ്മൾ ഓവർ ട്രേഡ് ചെയ്യരുത്, അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കരുത്. റിസ്ക് മാനേജ്മെന്റ് ഇതുപോലുള്ള കാര്യങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റൂള് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിന്റെ 1% മാത്രം ദിവസം റിസ്ക് എടുക്കുക. അപ്പോൾ 2% റിസ്ക് എടുത്താൽ കുഴപ്പമില്ല. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2% എടുത്താലും കുഴപ്പമില്ല. 1-2%. അപ്പൊ നമ്മൾ 1,00,000 രൂപയുള്ള ആളാണെങ്കിൽ 1000 രൂപയാണ് ഒരു ട്രേഡിന് റിസ്ക് എടുക്കുക. അപ്പൊ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പൊ നമ്മൾ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. ടാർഗറ്റ് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. അതായത് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അതേ ദൂരം തന്നെ ടാർഗറ്റിലേക്ക്. അതിനെയാണ് നമ്മൾ 1:1 റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 1000 രൂപ റിസ്ക് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയാലും 1000 രൂപ തന്നെയായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജിയുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:1 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഓർത്ത് വെക്കാൻ. നമുക്കൊരു ദിവസം റിസ്ക് പോയാൽ 1000, കിട്ടിയാൽ 1000. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ 1000 രൂപ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ, നമുക്കൊരു ദിവസം ഒരു ട്രേഡിൽ എടുക്കാവുന്ന റിസ്ക് മാക്സിമം 1000 രൂപയാണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന മേഖല അല്ലെ, എൻട്രി ചെയ്യുന്ന പ്രൈസ്, അതിന് എൻട്രി പ്രൈസ് എന്ന് പറയാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എവിടെയാണെന്ന് വിചാരിച്ചോ നമ്മൾ വെക്കണം. അതിലേക്കുള്ള ദൂരം അളക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 30 രൂപയാണെന്ന് സങ്കല്പിക്കാം. അപ്പൊ 1000-ൽ എത്ര 30 രൂപ ഉണ്ടെന്നുള്ളത് ഹരിച്ചു നോക്കിയാൽ മതി. 1000 ഡിവൈഡഡ് ബൈ 30. ഇത് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാൻ തന്നെയാണ് നല്ലത്, കാരണം ചില്ലറയൊക്കെ ആയിട്ടാണ് വരിക. അപ്പൊ ഈക്വൽ ടു എത്രയാണ്? നമ്മൾ 33 ക്വാണ്ടിറ്റി ആണ് വാങ്ങേണ്ട വരാം. 33 ക്വാണ്ടിറ്റി വാങ്ങിയാൽ അഥവാ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ നമുക്ക് 1000 രൂപ കിട്ടും, 999 രൂപ അല്ലെ. അഥവാ നമ്മുടെ ടാർഗറ്റ് അടിക്കണമെങ്കിലും 1000 രൂപ ലാഭം കിട്ടും. അപ്പൊ സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ 1000 രൂപ നഷ്ടപ്പെടും, ടാർഗറ്റ് അടിക്കണമെങ്കിൽ 1000 രൂപ കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് റിസ്ക് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ കിട്ടുന്ന പൈസക്ക് മൊത്തം നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യരുത്. പല ആൾക്കാരും ഇൻട്രാഡേയിൽ വരുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വേഗം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 1,00,000 രൂപ ഉണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ മൊത്തം പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ സ്റ്റോക്കിന്റെ വില ഒരു 2000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പൊ 33 ക്വാണ്ടിറ്റി വാങ്ങാൻ നമുക്ക് എത്ര രൂപ വരും? ഏകദേശം ഒരു 66,000 രൂപയാണ് യൂസ് ആവുള്ളൂ. 1,00,000 രൂപയ്ക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ മൊത്തം എടുക്കരുത്. ഇനിയിപ്പോ ആ സ്റ്റോക്കിന്റെ വില ഒരു 500 രൂപയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എത്ര രൂപ യൂസ് ആവും? 500 × 33 അല്ലെ. അത്ര രൂപയെ അതിൽ യൂസ് ആവുള്ളൂ, ബാക്കിയുള്ളത് യൂസ് ആവാതെ അങ്ങനെ കിടക്കും. അപ്പൊ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ ലിവറേജ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ 5 ഇരട്ടി ലിവറേജ് സർക്കാർ തരുന്നുണ്ട് എന്നും വിചാരിച്ച് ഒരിക്കലും നമ്മൾ ആ 5 ലക്ഷത്തിന് പോയിട്ട് സ്റ്റോക്ക് വാങ്ങരുത്. നമ്മൾ 66,000 രൂപയുള്ളതെന്നുണ്ടെങ്കിൽ 66,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ മതി. ചില കേസുകളിൽ നമുക്ക് 1,00,000 രൂപയിലേക്ക് മാരേജ് പോകേണ്ടി വരും. ചില കേസുകളിൽ നമുക്ക് 2,00,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങേണ്ടി വരും. അത് എല്ലാം സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി, നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കും, ടാർഗറ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ജോലി തീർന്നു. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുക, ചാർട്ടിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ, ടാർഗറ്റ് അടിക്കുന്ന ടാർഗറ്റ് അടിക്കട്ടെ, അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ബ്രോക്കറുടെ ടെർമിനലിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ടാർഗറ്റ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുക്കുന്ന റിസ്ക്, അതാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പൈസ ഇട്ടിട്ടാണോ ഈ ഒരു സെക്ഷനിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ പേപ്പർ ട്രേഡിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരു 1,000-2,000 രൂപ റിയൽ മണി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാം.
കൂടുതൽ ആൾക്കാർക്ക് റിയൽ മണി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനായിരിക്കും ഇഷ്ടം അല്ലെ. അപ്പോൾ വളരെ കുറച്ച് മാത്രം പൈസ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് മിനിമം ഒരു 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസം 20 വർക്കിംഗ് ഡേയ്സ് എന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ടിലുള്ള ഫ്ലക്ച്വേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു മാസം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക, പൈസ ഉണ്ടെങ്കിൽ ഒരു 1000-2000 രൂപ, മാക്സിമം ഒരു 5000 രൂപയിലും താഴെ മാത്രം ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്നത്തെ ഡേറ്റ് 15-ാം തീയതി അല്ലേ, അപ്പൊ 15-ാം തീയതിയിലത്തെ നേരെയുള്ള ക്യാൻഡിലാണ് ആദ്യത്തെ ക്യാൻഡിൽ അല്ലെ. അപ്പൊ ഈ ക്യാൻഡിൽ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ എപ്പോഴായിരിക്കും ഫിനിഷ് ആവുക? 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:30 ഫിനിഷ് ആവാം. അപ്പൊ 9:30 കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. 9:00 മുമ്പ് നിങ്ങൾ നോക്കണേല് കാര്യമില്ല. അപ്പൊ 9:30 കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ അതുകൂടി ഒറ്റ ക്യാൻഡിലാണ് കാണാൻ പറ്റുക. 9:30 കഴിഞ്ഞ് 9:31 ആയി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ അനങ്ങി തുടങ്ങും അല്ലെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ പറയാൻ പോകുന്നതിൽ 2 ക്യാൻഡിൽസ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആ ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒന്ന് ബുള്ളിഷ് മർബസു അല്ലെങ്കിൽ ബെയറിഷ് മർബസു. ബുള്ളിഷ് മർബസു എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ നിങ്ങൾ പഠിച്ചിരുന്നോ? ബുള്ളിഷ് മർബസു എന്ന് പറയുന്ന ക്യാൻഡിൽ, യെസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി അത് ഒന്ന് റിവൈസ് ചെയ്യാം. ബുള്ളിഷ് മർബസു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ അപ്പർ വിക്ക്, മുകളിലത്തെ വിക്ക് വളരെ ചെറുതായിരിക്കണം അല്ലെ. ഒരു ക്യാൻഡിലിന് മുകളിലും താഴേക്ക് വിക്ക് ഉണ്ടാവാം, മുകളിലത്തെ വിക്ക് വളരെ ചെറുതായിരിക്കണം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബെസ്റ്റ്. താഴത്തെ വിക്കിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല, അത് വേണമെങ്കിൽ വലുതാവാം ചെറുതാവാം, ഇറ്റ്സ് ഓക്കെ. ഇനി ആ ബോഡി എന്ന് പറയുന്നത് വലുതായിരിക്കണം, ഒരു ആവറേജ് ക്യാൻഡിലിനേക്കാളും വലുതായിരിക്കണം. ചെറിയ ബോഡി നമ്മൾ കൂട്ടരുത്. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഏകദേശം ഒരു 19 ക്യാൻഡിൽസ് കാണാവുന്ന തരത്തിൽ ഇങ്ങനെ ചാർട്ട് ഒന്ന് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ശരാശരി വലുപ്പമുള്ള ഒരു ക്യാൻഡിൽ, ഹൈറ്റ് ഉള്ള ഒരു ക്യാൻഡിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതിൽ ഏതാണ് ശരാശരി വലുപ്പമുള്ള ക്യാൻഡിൽ? ഈ ഒരു ക്യാൻഡിൽ ഓക്കെ അല്ലേ, ഒരു ആവറേജ് ക്യാൻഡിൽ ആയിട്ട് എടുക്കാൻ പറ്റിയ. അത് നമ്മൾ അളന്ന് നോക്കണ്ട. ആവറേജ് ക്യാൻഡിൽ അളക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. ഈ അഡാനി പോർട്സ് എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ നിഫ്റ്റി 50 ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ സ്റ്റോക്ക്, അതിൽ 6 രൂപ, ഇപ്പോ 6 രൂപ 69 പൈസയാണ് ആവറേജ്. അതായത് 6 രൂപ 69 പൈസയേക്കാളും മേലെ വേണം നമ്മളുടെ ക്യാൻഡിൽ. ഇതിപ്പോ ഫസ്റ്റ് ക്യാൻഡിൽ എത്രയുണ്ട്? 6 രൂപ 80 പൈസയുണ്ട് അല്ലെ. അപ്പൊ ക്രൈറ്റീരിയ മെറ്റ് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിയായ വശം, ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇൻഡിക്കേറ്റർ ATR. പക്ഷെ നമ്മൾ അതൊന്നും നോക്കി സമയം കളയണ്ട, നിങ്ങൾ സിംപ്ലി കണ്ണുകൊണ്ട് നോക്കിയാൽ മതി. ഇതിനു വേണ്ടി ടൈം കളയാൻ നിൽക്കണ്ട. നമുക്ക് ഇപ്പൊ ഒരു 19 ക്യാൻഡിൽസ് ഇങ്ങനെ കാണാവുന്ന തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അറിയാലോ ഒരു ആവറേജ് ക്യാൻഡിൽ എന്തോരം ഉണ്ട്, ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ഉണ്ട്. അതിനേക്കാളും വലുതായിരിക്കണം നമ്മുടെ മർബസു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ മർബസു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാൻ, മുകളില് വിക്കില്ലാത്ത ക്യാൻഡിൽ, കഷണ്ടി എന്നാണ് അർത്ഥം, ഇതൊരു ജപ്പാനീസ് വേർഡാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഒരു ബുള്ളിഷ് മർബസു ക്യാൻഡിൽ കാണണം, അല്ലെങ്കിൽ ബെയറിഷ് മർബസു. ബെയറിഷ് മർബസു എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ക്യാൻഡിൽ, അത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ബെയറിഷ് മർബസുവിന് നമ്മൾ എപ്പോഴും മുകളിലത്തെ വിക്കിന് പ്രസക്തിയില്ല, അത് വലുതാവാം ചെറുതാവാം മീഡിയം ആവാം. പക്ഷെ താഴത്തെ വിക്ക് എപ്പോഴും ചെറുതായിരിക്കും. അതായത് ആ ബോഡിയുടെ 5-1 താഴെയായാൽ നന്നായി. മിനിമം വേണം 5-1 താഴെ. കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ 4-1 താഴെയുള്ള ക്യാൻഡില കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ട്രേഡ് ചെയ്യാം. അപ്പോ ഫോർ എക്സാമ്പിൾ ബോഡി ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ 5-1 എത്രയാണ്? 2 രൂപ അല്ലെ. അപ്പോ ആ താഴത്തെ വിക്ക് 2 രൂപയിലും താഴെയായിരിക്കണം. ഇനി 10-1 താഴെയാണെങ്കിൽ അത്ര നന്നായി. ഓക്കെ, അപ്പൊ ഇതാണ് ബെയറിഷ് മർബസു. ഇതുപോലെ ഒരു ക്യാൻഡിലാണ് നമ്മൾ കാണേണ്ടത് അല്ലെ. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ അത് നമ്മൾ തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ആലോചിക്കേണ്ട വരും. അയ്യോ ഇത് ബുള്ളിഷ് മർബസ് ആണോ, ഹലോ ഇത് ബെയറിഷ് മർബസ് ആണോ എന്നൊക്കെ ആലോചിക്കേണ്ട വരും. നിങ്ങൾ ഇത് ദിവസം ഒരു 5 ദിവസമോ 6 ദിവസമോ ചെയ്ത് കഴിഞ്ഞാൽ ടക്ക എന്ന് പറഞ്ഞിട്ട് പോവാം. വെറുതെ ലാപ്ടോപ്പിന്റെ സ്പേസ് ബാർ അടിച്ചടിച്ച് ഈ ക്യാൻഡിൽ ബുള്ളിഷ് ഓർ ബെയറിഷ് മർബസോ ആണോ നോക്കി പോണെങ്കിൽ നിഫ്റ്റി 50-യിൽ 30 സ്റ്റോക്കുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. അതിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാൻ നോക്കാം. അപ്പൊ 30 സെക്കൻഡ് മതി.
ഓക്കെ 30 സെക്കൻഡ് അത് കൂട്ടിക്കോ. നമ്മളൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഏകദേശം മതി നമുക്കിതിൽ ബുള്ളിഷ് മർബസോ അല്ലെങ്കിൽ ബാരിഷ് മർബസോ കണ്ടെത്താൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തിയാൽ മതി. അപ്പൊ അത് ബുള്ളിഷ് മർബസും ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പൊ അതെങ്ങനെ മാർക്ക് ചെയ്യും? ഈ വാച്ച് ലിസ്റ്റിൽ നമുക്കതൊരു ഇമ്പോർട്ടന്റ് ലിസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ മൗസ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗിന്റെ പടം കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. റെഡ് ലിസ്റ്റ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, അപ്പൊ ആ റെഡ് ലിസ്റ്റ് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇപ്പോൾ എന്റെ റെഡ് ലിസ്റ്റിൽ ഒന്നും ഇല്ല, അത് കാലിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി ഒരു മർബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റെഡ് ലിസ്റ്റിൽ മാർക്ക് ചെയ്യാം. റെഡ് ലിസ്റ്റിൽ മാർക്ക് ചെയ്താൽ ഈ റെഡ് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ അതിലത് കിടക്കണ്ടാവും. ഓക്കെ, മെയിൻ ലിസ്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. ഏത് ടൈം ഫ്രെയിം ആണ് നോക്കേണ്ടത് നമ്മൾ കണ്ടു. അതിൽ ഏതുപോലുള്ള ഒരു ക്യാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടു. എത്ര സ്റ്റോക്ക് നോക്കണം നമ്മൾ കണ്ടു അല്ലെ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, നോ പ്രോബ്ലം. നമ്മുടെ സ്റ്റാർട്ടിങ് ക്ലാസ് ആണ് അല്ലെ? വളരെ അടിത്തറ ഇട്ടിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം. അപ്പോൾ ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് ദ ലെസ് ഈസ് മോർ, മോർ ഈസ് ലെസ്. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ട്രേഡിംഗ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലാരിറ്റി ഉണ്ടായി, എല്ലാം മനസ്സിലായി എന്നുള്ളൊരു തംസ പഠിക്കാവോ? നമ്മൾ ലെസ് എമൗണ്ട്, വളരെ കുറച്ച് എമൗണ്ടിൽ എടുക്കുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ക്വാണ്ടിറ്റി കറക്റ്റ് ആയി നമ്മൾ 1000 റുപ്പീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 1000 റുപ്പീസ് മാനേജ് ചെയ്യാൻ പറ്റും. മിക്ക സ്റ്റോക്സുകളും പറ്റും. കാരണം നമുക്ക് ലിവറേജ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോ നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് ഒന്ന് നോക്കിയേ. ഇതാ 175 രൂപ വിപ്രോന്. നമുക്ക് ഒരു 1000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 രൂപ വിലയിലും താഴെയുള്ള എല്ലാ സ്റ്റോക്കുകളും നമുക്ക് വാങ്ങാം അല്ലെ? അപ്പൊ 5000 രൂപയിൽ മേലുള്ള സ്റ്റോക്കുകൾ കൂടി എത്രയുണ്ട്? 1, 2, 6 സ്റ്റോക്കുകൾ. അപ്പൊ ഇതില് കൂടി ഒരു സ്റ്റോക്ക് മാത്രമാണ് ഇതില് മാരുതി അല്ലെ, 13,000 രൂപയ്ക്കുള്ളത്. അപ്പൊ 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി 50-യിലുള്ള മിക്ക സ്റ്റോക്സുകളും ട്രേഡ് ചെയ്യാം. 95% സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ ഒരിക്കലും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങളുടെ 1% ക്യാപിറ്റൽ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. 60 അത് 70 ആവാം, 80 ആവാം. ഒരിക്കലും 1% മേലെ റിസ്ക് എടുക്കാതിരിക്കുക. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ പൊസിഷൻ സൈസിങ് അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ നിഫ്റ്റി 50-യുടെ സ്റ്റോക്ക് ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടുന്നു പഠിച്ചു. അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് പഠിച്ചു. 30 സ്റ്റോക്കുകൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആൽഫബറ്റിക് ഓർഡറിൽ എങ്ങനെ സോർട്ട് ചെയ്യും? ഈ സിംബലം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കണ്ടോ? അപ്പൊ ഏറ്റവും ആൽഫബറ്റിക് ഓർഡറിൽ ഏറ്റവും ആദ്യമുള്ളത് ആദ്യം വന്നോളൂ. അതിനുശേഷം നമ്മൾ ബുള്ളിഷ് ബാരിഷ് മർബസു എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ടൈം ഫ്രെയിം എങ്ങനെ എടുക്കണം എന്നുള്ളത് പഠിച്ചു. 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? പൊസിഷൻ സൈസിങ് പഠിച്ചു. പൊസിഷൻ സൈസിങ് ആണ് കുറച്ചെങ്കിലും മാത്തമാറ്റിക്സ് ഉള്ളത് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാം? നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാം. നിങ്ങളുടെ ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ 5000 രൂപയാണെന്ന് ഇരിക്കട്ടെ. 5000 അല്ലെ? 5 ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഹരിക്കുക. അപ്പോ 1% കിട്ടി. 5000-ന്റെ 1% എത്രയാണ്? 50. അത് കിട്ടണമെങ്കിൽ 5000-നെ 100 കൊണ്ട് ഹരിക്കുക. 100-ൽ 1 ഒരു പീസ് അല്ലെ? അപ്പൊ ആ 50-ല് എത്ര ക്വാണ്ടിറ്റി മേടിക്കുന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്ന നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു എൻട്രി പ്രൈസ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ എവിടെ നിന്ന് എൻട്രി ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, അതിന്റെ ദൂരം നോക്കിയിട്ട് അത് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ദൂരം നോക്കിയിട്ട് ഇപ്പൊ 12 രൂപയാണെങ്കിൽ ഈ 50 ഡിവൈഡഡ് ബൈ 12, 50-ൽ എത്ര 12 ഉണ്ടെന്ന് നോക്കാം. 4. അപ്പൊ ചില്ലറ നോക്കണ്ട, 4 ക്വാണ്ടിറ്റി നിങ്ങൾ മേടിക്കുക. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ഏകദേശം 50 രൂപയിലും താഴെ ആയിരിക്കും നിങ്ങൾക്ക് വരണ നഷ്ടം. മേലെ നിൽക്കില്ല, കാരണം ആ ചില്ലറ നമ്മൾ കൂട്ടുന്നില്ലല്ലോ. മനസ്സിലായോ? പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കിട്ടിയാലും 50 രൂപയായിരിക്കും, ലോസ് വന്നാലും 50 രൂപയായിരിക്കും ഒരു ദിവസം. 5000 രൂപയുള്ള ആൾക്ക്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇന്റർനെറ്റിലോ ChatGPT-യിലോ പോയിട്ട് 1% റൂൾ എന്നൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും, ഞാൻ 5000 രൂപയ്ക്ക് 3000 രൂപ ഉണ്ടാക്കും, 1000 രൂപ ഉണ്ടാക്കും, 500 കേൾക്കാം, 200 കേൾക്കാം. അപ്പോ
ആക്ച്വലി നിങ്ങൾ ഈ 1% വെച്ച് ഒരു ദിവസം റിസ്ക് എടുത്താൽ മതി. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. വൈ 1% റൂൾ എന്ന് പോയിട്ട് ChatGPT-ലോ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പൊ എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും ചെയ്യാറുള്ളത് 1-2%. 1% റൂൾ എന്നാണ് അങ്ങനെ അറിയപ്പെടാം. ചില 2% വരെ എടുക്കും, വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം അടുപ്പിച്ച് നമുക്കിപ്പോ ഒരു 60% അല്ലെങ്കിൽ 55% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജികളിൽ ഈ ടെക്നിക്കൽ അനാലിസിന്റെ വെളിച്ചത്തിൽ മാക്സിമം സാധാരണ നിലയ്ക്ക് ഒരു 60% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജികൾ കിട്ടുള്ളൂ. അതിൽ അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട് 10-15 പ്രാവശ്യം ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ 5% റിസ്ക് എടുത്താൽ എന്ത് സംഭവിക്കും? 15 പ്രാവശ്യം അടുപ്പിച്ച് ലോസ് വന്നാൽ നമ്മുടെ 1 ലക്ഷം 25,000 75% പോണം അല്ലെ? പിന്നെ നമുക്ക് 25,000 1 ലക്ഷത്തിലേക്ക് തിരിച്ചെത്തിക്കണമെങ്കിൽ എത്ര ശതമാനം ബിൽഡ് ചെയ്യണം? ആലോചിച്ചെന്താ? 1 ലക്ഷം 50,000 ആയി എന്ന് വിചാരിച്ചു. അപ്പൊ 50% താഴേക്ക് പോയി. പക്ഷെ ഈ 50,000 1 ലക്ഷം ആണെങ്കിൽ എത്ര ശതമാനം? 200%. 1 ലക്ഷം 25,000-ലേക്ക് പോകുന്നു വിചാരിച്ചു, കോൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് വരും. ഇനി അപ്പൊ 75% താഴത്തേക്ക് പോയി. ഇനി 25,000 വീണ്ടും 1 ലക്ഷത്തിനെങ്കിൽ എത്ര ശതമാനം കാരണം എന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? 25,000-ന്റെ എത്ര ഇരട്ടിയാണ് 1 ലക്ഷം? 4 ഇരട്ടി. അതായത് 400% ഉണ്ടാക്കണം. അതൊരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നവര് അപൂർവമുള്ളൂ. അപ്പോ ഇന്ത്യയിലെ നമ്മുടെ ഒരു മലയാളി ഷിജുമോൻ ആന്റണി എന്ന് പറയുന്ന ഒരാള് ഒരു കൊല്ലം 2022 ഇട്ട റെക്കോർഡാണ് 400% എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തുണ്ടാവും? അത് ഡ്രീമി ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലോസ് വരാൻ സാധ്യതയുണ്ട്. അതാണ് മെയിൻ റീസൺ. അപ്പൊ നിങ്ങൾ കൂടുതൽ റീസൺസ് അറിയണമെങ്കിൽ ChatGPT-യിൽ പോയി ചോദിക്കാം, വൈ 1% റിസ്ക് ഇൻ ട്രേഡിംഗ്. അപ്പൊ ChatGPT പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമ്മൾ പൊസിഷൻ സൈസിങ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ ഞാൻ നോട് റിവൈസ് ചെയ്യാം. നിങ്ങളുടെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനമാണ് റിസ്ക് എടുക്കേണ്ടത്? അത് എങ്ങനെ കണ്ടുപിടിക്കാം? മനസ്സിലാവാത്ത വല്ലവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവും. മനസ്സിലാവാത്തവര് ഒന്നും വിചാരിക്കാതെ കണ്ടത് തുറന്നു പറയാം. മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഞാൻ എന്താണ് മനസ്സിലാവാത്തതെന്ന് ചോദിക്കില്ല, നമ്മളത് വീണ്ടും പറഞ്ഞു തരും. നോ ടെൻഷൻ. മനസ്സിലാവാത്ത വല്ലവരുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഓൾറെഡി ഓക്കെ ഒന്നും കൊണ്ട് റിവൈസ് ചെയ്യാം. നമ്മുടെ ക്യാപിറ്റല് ഈ എക്സാമ്പിളിൽ നമുക്ക് 10,000 പറയാം. 10,000 പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇടാവുന്ന ഒരു ചെറിയ എമൗണ്ട് 10,000. അപ്പൊ കാൽക്കുലേറ്റർ എടുക്കുക. ആദ്യം തന്നെ 10,000-ന്റെ 1% കണ്ടുപിടിക്കുക. 10,000-ന്റെ 1% എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 100 തന്നെയാണ്. അപ്പൊ 10,000 രൂപ ഉള്ള ആള് 1% റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപ റിസ്ക് എടുക്കുക. ഇനി ആ 100-ല് അത് ഓർത്ത് വെക്കുക, ആ 100-ല് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അത് നമ്മൾ പഠിച്ചിട്ടില്ല, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത്. ഇതുപോലൊരു പൊസിഷൻ സൈസിങ് ടൂള് അത് ഇവിടുന്ന് കിട്ടും. ഇതാ ട്രേഡിംഗ് വ്യൂല് 5ാമത്തെ സെക്ഷനിൽ ഫസ്റ്റ് ടൂള്, സെല്ലാണെങ്കിൽ 2ാമത്തെ ടൂള്, ബൈ ആണെങ്കിൽ ഫസ്റ്റ് ടൂള്. അതെടുത്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ അളക്കുക അല്ലെ? സ്റ്റോപ്പ് ലോസും ടാർജറ്റും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബേസിക് ക്ലാസ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് മനസ്സിലായില്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ചോദിക്കാം, അല്ല സാർ എന്താണ് സ്റ്റോപ്പ് ലോസ്? നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ഇവിടെ കാണാൻ പറ്റും. എത്ര രൂപയാണെന്നുള്ളതാണ്. പെർസെന്റേജ് അല്ല നോക്കേണ്ടത്, രൂപ. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്നത് എത്രയാണ്? 15 രൂപ 70 പൈസ. അത് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 100 രൂപയിൽ എത്ര 15 രൂപ 70 പൈസ ഉണ്ട് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 15 രൂപ 70 പൈസ. ചില്ലറ കൂട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ? അപ്പൊ നമ്മുടെ റിസ്ക് കുറയുള്ളൂ. 6. ആ പോയിന്റിന് ശേഷമുള്ളത് കളയുക. 6 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. സെല് ചെയ്യുകയാണെങ്കിൽ സെല് ചെയ്യേണ്ടത്, ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 100 രൂപ നഷ്ടം വന്നിട്ടുണ്ടാവും. ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു 100 രൂപ അടുത്ത് ലാഭം വന്നിട്ടുണ്ടാവും. 10,000 രൂപ 100 രൂപ ലാഭം വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാനല്ല, ആദ്യത്തെ ഒരു മാസമെങ്കിലും നിങ്ങൾ 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുക.
അപ്പോൾ അതിനുശേഷം നിങ്ങൾ കറക്റ്റ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു മാസം തന്നെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അത് മീറ്റ് ചെയ്യാൻ നോക്കില്ല. ആദ്യം കാര്യം മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 2% എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര അക്കൗണ്ട് കുലുങ്ങുന്നുണ്ട്, എത്ര താഴത്തേക്ക് വരുന്നുണ്ട്, മുകളിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 2% വരെ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. ഇത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പ് ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഷോർട്ട് സെല്ലിംഗ് എന്നുള്ള വേർഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എന്തോ ബിനോയ്, യെസ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ഓൾറെഡി അത് ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാലും ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് സാധാരണ നമ്മളെ ഒരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിലുള്ള സാധനം നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അല്ലെ? പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിംഗിൽ, ഒരു ദിവസം നമ്മൾ വാങ്ങിച്ചു ഒരു ദിവസം തന്നെ കച്ചവടം അവസാനിപ്പിക്കുന്ന ട്രേഡിംഗിൽ നമുക്ക് ബൈ ചെയ്യാനും പറ്റും, വാങ്ങാനും പറ്റും. നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് ആദ്യം വിൽക്കാനും പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. എങ്ങനെയാണ് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലേക്ക് നമ്മൾ കടന്ന് സമയം കളയുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴുമെന്ന് മനസ്സിലായാൽ രാവിലെ തന്നെ നമുക്കത് സെല്ല് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യാന്നാണ് പറയാം. അപ്പൊ ഇനി മുതൽ നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യാന്ന് അതിനെ പറയാൻ പാടില്ല. ട്രേഡിങ്ങിനെ കുറിച്ച് അധികം പഠിക്കാത്തവരാണ് ഇപ്പോഴും സെല്ല് ചെയ്യാന്ന് പറയാം. പഠിച്ചത് മനസ്സിലായവർക്ക് സെല്ലും ഷോർട്ടും രണ്ടാണ്. സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് വിൽക്കുന്നതിനെയാണ്. ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഇല്ലാത്ത സാധനം വിൽക്കുന്നതിനെയാണ്, നമ്മുടെ കയ്യിലില്ലാത്ത സാധനം വിൽക്കുന്നതിനെയാണ് ഷോർട്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് വിപ്രോന്റെ വില താഴത്തേക്ക് വീഴുമെന്ന് കണ്ടാൽ, വിപ്രോന് 1000 രൂപയാണെന്ന് വിചാരിച്ചോ, 1000 രൂപയ്ക്ക് നമുക്ക് ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലില്ലാത്ത സാധനം നമ്മൾ സെല്ല് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ വിപ്രോന്റെ വില 990ലേക്ക് വന്നാൽ 10 രൂപ നമുക്ക് ലാഭം കിട്ടും, താഴത്തേക്ക് വന്നാൽ നമുക്ക് ലാഭം കിട്ടും. ഇനി വിപ്രോന്റെ വില 990ലേക്ക് വരുന്നതിന് പകരം 1000-ൽ നിന്ന് 1010ലേക്ക് പോയാലോ 10 രൂപ നമുക്ക് നഷ്ടം വരും. അപ്പൊ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടുകയും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് നഷ്ടം വരികയും ചെയ്യും. നമ്മൾ ബൈ ചെയ്താൽ ഉണ്ടാവുന്നതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്. ബൈ ചെയ്താൽ നമുക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ലാഭം കിട്ടാറില്ലേ, താഴത്തേക്ക് വരുമ്പോൾ നഷ്ടം വരാറില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഷോർട്ടിങ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ചിലപ്പോ ഈ ഇൻട്രാഡേ സ്ട്രാറ്റജിയിൽ നമ്മൾ ചിലപ്പോൾ ഷോർട്ട് ആയിരിക്കും ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുക. അപ്പൊ അതിപ്പോ നമ്മൾ എന്തുകൊണ്ട് ഷോർട്ട് ചെയ്യുന്നു ബൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്യണ്ട. നമുക്ക് മർബസു ബെയറിഷ് മർബസു ആണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യുക, ബുള്ളിഷ് മർബസു ആണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യുക. ഓക്കെ, ഇനി പതുക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ ഇന്ന് പ്രീ മാർക്കറ്റ് അനാലിസിസ് നടത്തിയിട്ട്, പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ നോക്കിയിട്ട് ഇന്ന് നിഫ്റ്റി എങ്ങോട്ട് പോകാനുള്ള സാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ബൈ മാത്രമേ ചെയ്യുള്ളൂ, അന്ന് ബൈ മാത്രമേ ചെയ്യുള്ളൂ. അത് ബെയറിഷ് ആണെങ്കിൽ നമ്മൾ സെല്ല് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷണൽ വ്യൂ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ആദ്യം മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഇതിൽ നിങ്ങൾ ബുള്ളിഷ് മർബസു ആദ്യം കാണണമെങ്കിൽ ബൈ ആണ് ചെയ്യുക, ബെയറിഷ് മർബസു കാണണമെങ്കിൽ സെല്ലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ കാൻഡിൽ. അപ്പൊ നമ്മൾ നോക്കണ സമയത്ത് ഫസ്റ്റ് കാൻഡിൽ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ, സെക്കൻഡ് കാൻഡിൽ തുടങ്ങിയിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പതുക്കെ കുറച്ച് സ്റ്റോക്സുകൾ എടുത്തിട്ട് നമുക്ക് അതിലൊരു ബുള്ളിഷ് ഓർ ബെയറിഷ് മർബസു കണ്ടെത്താൻ ശ്രമിക്കാം. എല്ലാ ദിവസവും അത് ഉണ്ടാവണമെന്നില്ല. അത് 30 സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ കാണുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പൊ ഇത് ഓക്കെ ആണോ, ബുള്ളിഷ് മർബസു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു മുകളിൽ ഒട്ടും മിക്കില്ലാത്ത ക്യാൻഡിൽ വേണമെന്നില്ല, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലത്. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ബോഡിയുടെ ഒരു 5-1 താഴെ ആയിരിക്കണം വിക്ക്. അത് അളന്ന് നോക്കി സമയം കളയണ്ട, വേണമെങ്കിൽ നമുക്ക് അളന്ന് നോക്കാം. ബോഡി ഫോർ എക്സാമ്പിൾ ബോഡി 16 രൂപ ഉണ്ടെങ്കിൽ വിക്ക് എത്രേ പാടുള്ളൂ, 3 രൂപയിലും താഴെ പാടുള്ളൂ ഏകദേശം അല്ലെ, 1 രൂപ 70 പൈസയുള്ളൂ. അപ്പൊ ഇറ്റ്സ് ഓക്കെ ആണോ? അപ്പൊ ഇതൊരു ബുള്ളിഷ് മർബസുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ആവറേജ് കാൻഡിൽസിനേക്കാളും ഹൈറ്റ് ഉണ്ടോ? ഉണ്ട്. സാധാരണയായിട്ട് മാർക്കറ്റിലെ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ താരതമ്യേന വലിപ്പം കൂടുതലായിരിക്കും. വളരെ ചെറിയ ക്യാൻഡിലാണെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ.
അപ്പോൾ ഇതിന്റെ ഓപ്പണും ക്ലോസും നമ്മൾ മാർക്ക് ചെയ്യുക. ഈ കാൻഡലിന്റെ ഓപ്പണും ക്ലോസും നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ ഇതിന്റെ ഓപ്പൺ പ്രൈസ് നമ്മൾ റെഡ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്പൺ പ്രൈസ്. അപ്പൊ ആ കാൻഡലിന്റെ ഓപ്പണും ക്ലോസും നിങ്ങൾക്ക് അറിയാലോ, ആ ബോക്സ് ആണ് ഓപ്പണും ക്ലോസും അല്ലെ. അതിന്റെ ഉള്ളിലുള്ള മെഴുകുതിരിയുടെ തിരികളാണ് ഹൈയും ലോയും. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കാൻഡിൽസ്റ്റിക് പാറ്റേൺസിന്റെ ബേസിക്സ്. അപ്പോൾ ആ ബോക്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ സ്ട്രാറ്റജിയിൽ ആ വിക്സുകൾക്ക്, മെഴുകുതിരിയുടെ തിരികൾക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഓക്കെ, ആ ബോക്സ് നമ്മൾ രണ്ടും മാർക്ക് ചെയ്യാണ്. അതായത് ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നു. അതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി ഈ ബ്ലൂ കളറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ താഴെയാണ് ഓപ്പൺ, മുകളിലാണ് ക്ലോസ് അല്ലെ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന്റെ മുകളിൽ ക്ലോസ് ആകുമ്പോഴാണ് അത് ഗ്രീൻ കാൻഡിൽ ആയിട്ട് പ്ലോട്ട് ആവുന്നത്. ഇനി റെഡ് കാൻഡിൽ ആണെങ്കിലോ, ഉദാഹരണത്തിന് നമുക്ക് ഈ കാൻഡിലേക്ക് തിരിച്ചു വരാം. ഈ കാൻഡിൽ റെഡ് കാൻഡിൽ ആണെങ്കിലോ ഇതൊരു പക്കാ മറബസു കാൻഡിലാണ്. കാരണം എന്താ? ലോവർ വിക്ക്, താഴെയുള്ള വിക്ക് വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓപ്പൺ എവിടെയാണ് മാർക്ക് ചെയ്യുക? ഇതാ ഇതുപോലെ ഒരു കാൻഡിൽ ആയിരുന്നു എന്ന് സങ്കല്പിക്കുക, ഫസ്റ്റ് കാൻഡിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഓപ്പൺ നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യും, ക്ലോസ് നമ്മൾ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബ്ലൂ കളറിലെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോണത്, ട്രേഡ് എടുക്കാൻ പോണത്. ആ റെഡ് കളറായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വീണ്ടും നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നിങ്ങൾ ബൈ മാത്രം ആദ്യം ഫോക്കസ് ചെയ്യുക. ബൈ എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ ഈസി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്ന സ്ഥലം നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നു. അതായത് ഈ കാൻഡലിന്റെ ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ് നമ്മൾ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ്? ഏത് ടൈം ഫ്രെയിമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്? 15 മിനിറ്റ്. നിങ്ങൾ പെട്ടപ്പെടാന്ന് പറയണ്ട, എന്നാലും ഇന്ററാക്റ്റീവ് ആയിട്ട് വേഗം ക്ലാസ് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 10:30 വരെ ഇരിക്കേണ്ടത് 12 മണി വരെ ഇരിക്കേണ്ടി വരും അല്ലെ. ഓക്കെ, അപ്പോ ഇതിന് ശേഷം നമ്മൾ 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. 15 മിനിറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇത് മാറ്റി 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. ഈ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നമുക്ക് 15 മിനിറ്റ് 3 മിനിറ്റ് മാത്രം നമ്മൾ സ്റ്റാർ ഇട്ട് വെച്ചാലും മതി. ബാക്കി നിങ്ങൾ വൺ ഡേയുടെ സ്ട്രാറ്റജി ഒക്കെ ചെയ്യണമെങ്കിൽ വൺ ഡേ കൂടി സ്റ്റാർ ഇട്ടോ മതി അല്ലെ. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേഗം എടുക്കാൻ പറ്റും 3 മിനിറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ ഈ ബ്ലൂ ലൈനിന്റെ മേലെ ഒരു കാൻഡിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യാൻ പോവാണ്. മനസ്സിലായോ? ബൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യണത്? ഫോർ എക്സാമ്പിൾ അടുത്ത 3 മിനിറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബൈ ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ റെഡിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മൾ ബൈ ചെയ്യുന്നത് ഒരിക്കലും ആ ബ്ലൂ ലൈനിലല്ല. ഒരു കാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്ലോസ് ആ ബ്ലൂ ലൈനിന്റെ മേലെ ആയിരിക്കും നിൽക്കുക. ചിലപ്പോൾ ഇവിടെയാവാം, ഇവിടെയാവാം. അവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ മുന്നേ വരച്ചിട്ടിരിക്കുന്ന ആ റെഡ് ലൈൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് പിന്നീട് വരച്ചിടണമെന്നില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആ 15 മിനിറ്റിന്റെ ഓപ്പണിംഗ് പ്രൈസ് അത് ഓർത്ത് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് വരച്ചിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി ടാർജറ്റ് വെക്കേണ്ടത് 1:1 1:1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ലോങ് പൊസിഷൻ ടൂള്, നമ്മൾ പറഞ്ഞു ലോങ് പൊസിഷൻ ടൂൾ എടുക്കുന്നത് ഇവിടെ 5ാമത്തെ സെക്ഷനിൽ ആദ്യത്തെ ടൂളാണ്. അതും സ്റ്റാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാം അല്ലെ. ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമ്മൾ 17.75 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം. അത്ര തന്നെ നമ്മുടെ ടാർജറ്റ് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈ 17.75 രൂപ എന്നുള്ളത് ഇവിടേക്ക് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ സെന്ററിൽ കാണാവുന്നത് റിസ്ക് ടു റിവാർഡ് റേഷ്യോ 1 ആയാൽ മതി. കൃത്യം 1 ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്ത് കൃത്യം 1-ൽ നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വിഷയമല്ല. 1.01 or 2 വിഷയമല്ല. അപ്പോൾ ഏകദേശം നമ്മൾ വിഷ്വലി കാണുമ്പോൾ നമുക്കറിയാലോ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അതേ ദൂരം തന്നെയാണ് ടാർജറ്റ്. അപ്പൊ ഇവിടെയാണ് ടാർജറ്റ് വരുന്നത്. കണ്ട, അപ്പൊ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഇംബാലൻസ് ഉണ്ട്. താഴെയുള്ള റെക്ടാങ്കിൾ ചെറുതും മുകളിലുള്ളത് ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ കാരണം എന്താ? നമ്മൾ ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ടാർജറ്റ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുന്നു, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർജറ്റ് വെക്കുന്നു. ക്ലിയർ അല്ലേ?
അപ്പൊ ഇതാണ് ബുള്ളിഷ് വെർഷൻ. അപ്പൊ ഇതിന്റെ തന്നെ നേരെ ബെയറിഷ് വെർഷനും ചെയ്യാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻവെർട്ടഡ് ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറുടെ പാനലിൽ പോയിട്ട് എങ്ങനെ ബൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ടാർഗറ്റ് വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ കാണും. അപ്പൊ സ്ട്രാറ്റജി എല്ലാവർക്കും ക്ലിയർ ആണോ എന്നുള്ളത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ, വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്, വളരെ സിമ്പിൾ റൂൾസ് ആണ്. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാം. 15 മിനിറ്റിന്റെ ആദ്യത്തെ ക്യാൻഡിൽ പ്ലോട്ട് ചെയ്യുക. അതൊരു ബുള്ളിഷ് മർബസും ആണെങ്കിൽ അതിന്റെ ഓപ്പൺ പ്രൈസ് റെഡ് കളറിലും ക്ലോസിംഗ് പ്രൈസ് ബ്ലൂ കളറിലും മാർക്ക് ചെയ്യാം. അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ അത് എവിടെയെന്ന് നോക്കിയിട്ടാണ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ആ 15 മിനിറ്റിന്റെ ക്ലോസിംഗ് പ്രൈസ് ആ ബ്ലൂ ലൈനിന്റെ മേലെ ഒരു 3 മിനിറ്റിന്റെ ക്യാൻഡിൽ, തെറ്റരുത്, പിന്നെ 15 മിനിറ്റ് അല്ല വേണ്ടത്, 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കടന്നു പോകുമ്പോഴേക്കും നമ്മൾ വാങ്ങരുത്, ക്ലോസ് ചെയ്യണം. 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ 9:15 തുടങ്ങി 9:30 വരെയുള്ള ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ എപ്പോഴൊക്കെയാണ് സംഭവിക്കുക? 9:33, 36, 39, 41, 45 അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഏത് ക്യാൻഡിൽ വേണമെങ്കിലും അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പൊ സാധാരണ നിലയ്ക്ക് ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടും. കാരണം നിഫ്റ്റി 30 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിലയ്ക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എൻട്രി കിട്ടും. 10 മിനിറ്റിനുള്ളിലൊക്കെ എൻട്രി കിട്ടാറുണ്ട്. ഒരെണ്ണം മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറെ സമയം എടുക്കും. ഓക്കെ, അപ്പോ സ്ട്രാറ്റജി എല്ലാവർക്കും ക്ലിയർ ആയോ? സർ, ഇത് ബ്രോക്കറിൽ പോയിട്ട് ചെയ്യുന്ന വിധം നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുമോ? കാണിച്ചു തരും. അതാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളത് പഠിക്കാൻ പോകണം. അവിടെ എത്തുമ്പോൾ പറയും അയ്യോ സ്ട്രാറ്റജി പല കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രാറ്റജി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായതിനു ശേഷം അടുത്ത സെക്ഷൻ ടാർഗറ്റ് വെക്കേണ്ടത് ഒക്കെ അതിലായിരിക്കും പറഞ്ഞു തരാം. അതിലാണ് പറഞ്ഞു തരാം. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് ഇതെങ്ങനെ സെർച്ച് ചെയ്യണം, അതെങ്ങനെ ബൈ ചെയ്യണം, എത്ര രൂപയ്ക്ക് ബൈ ചെയ്യണം, ഏത് ഓർഡർ നമ്മൾ യൂസ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ കാണാം. അപ്പൊ അതിനു മുമ്പ് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൃത്യമായിട്ട് തറായാൽ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ, ഇപ്പൊ നമ്മുടെ സ്ട്രാറ്റജി ഇപ്പൊ പഠിപ്പിച്ച ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് പോകാം. ഇപ്പൊ കാണിച്ച സ്റ്റോക്കില് നമ്മൾ മാർക്ക് ചെയ്തതിന് മേലെ ഇപ്പോ എൻട്രി എടുത്തതിന് മുന്നായിട്ട് ഓൾറെഡി ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടല്ലോ. ക്ലോസ് ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു. ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്ലോസ് ആവണമെങ്കിൽ അവിടെ നമ്മൾ ബൈ ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ടായിരിക്കും കാണാം. അത് കഴിഞ്ഞിട്ട് കാണണമെങ്കിൽ പിന്നെ വീണ്ടും ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം അത് ബൈ ചെയ്യാവും. തിരിച്ചു വരുന്ന സാധനം നമ്മൾ പിടിക്കരുത്. ഇനി ബുള്ളിഷ് മർബസ് ആണെങ്കിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ മാത്രമേ ബൈ ചെയ്യാവൂ. താഴേക്ക് ക്ലോസ് ചെയ്താൽ സെല് ചെയ്യാൻ പാടില്ല, ഷോർട്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? സർ, ഒരു ഡൗട്ട്. സർ, സ്ട്രാറ്റജി ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇത് നോക്കിയാണ് ലോങ് ടൈമിന്റെ. നമ്മൾ ഈ ലോങ് ടൈം എടുത്തതിന് ശേഷം നമ്മളതിൽ ഇങ്ങനെ വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിഫ്റ്റി 50 ആണ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. അപ്പൊ എനിക്കതില് ആ വാല്യൂ എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മൾ എവിടെ പോയിട്ട് വാല്യൂല് ചേഞ്ച് വരുത്തുന്നത് നമുക്ക് അത് നമുക്ക് അതിൽ കാണുമല്ലോ. നമുക്ക് ഇത്ര പോയിന്റ് അടിയിലേക്ക് വന്നിട്ടുണ്ട് വെച്ചാൽ ഇത്ര പെർസെന്റേജ് കാണിക്കുമല്ലോ അതില്. ഈ വാല്യൂസ് ആണ് ഉദ്ദേശിച്ചത്? അതെ, എക്സാക്ട്ലി. അതിൽ വരുന്ന പോയിന്റ്സ് അതെല്ലാം വെച്ചാൽ അതിന്റെ വാല്യൂ. ഇപ്പോൾ നിഫ്റ്റിയിലാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പോയിന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവും. ഇത് നമ്മള് ഇവിടേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. ഈ വാല്യൂ തന്നെ മാറുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണതല്ല. ഇവിടെ തുടങ്ങി എത്ര രൂപയാണ് ഇവിടം വരെ ഉള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. അതില് അതിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു നിഫ്റ്റി 50 ചെയ്യാണ്. ഞാനിപ്പോ ഒരു 50,000 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ 50,000 കൊടുത്താലാണല്ലോ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര അടിക്ക് കാണിക്കുള്ളൂ. അത് ഇപ്പൊ സാറ് ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ആ എമൗണ്ട് വരുന്നുണ്ട്. ഇവിടെ എമൗണ്ട് വരുന്നുണ്ട്. അത് നമ്മൾ നോക്കണ്ട. അപ്പൊ നമ്മൾ 50,000 ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ റിസ്ക് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ 1% നമ്മൾ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 50,000 ഡിവൈഡഡ് ബൈ 100, അതായത് 500 രൂപ. ആ 500 രൂപയില് എത്ര 17 രൂപ 65 പൈസ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഹരിച്ചു നോക്കേണ്ടത്. 500 ഡിവൈഡഡ് ബൈ
17 രൂപ എത്രയാണ്? 17 രൂപ 65 പൈസ. അപ്പൊ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി നമ്മൾ നിശ്ചയിക്കുക, എന്നിട്ടാണ് ബ്രോക്കറുടെ ടെർമിനലിലേക്ക് പോകേണ്ടത്. 28 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതാണോ ഉദ്ദേശിച്ചത്? ഇല്ല, എനിക്ക് ആക്ച്വലി ക്ലിയർ ആയില്ല. ഞാൻ സാറിന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ വീണ്ടും കേട്ട് നോക്കാം. ഡ്രൈവിംഗ് ആണ്, അപ്പോൾ ഒരു വിഷയം. വോയിസ് ക്ലാരിറ്റി കുറവുണ്ടോ? അതാണോ? വോയിസ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് കൊണ്ട് വോയിസ്? ഇല്ല, വോയിസ് ക്ലിയർ ആണ്. എന്റെ സംശയം ഇത്രയായിരുന്നു, നമ്മളിപ്പോ അത് നിഫ്റ്റി 50-ലാണ് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു ചെറിയ ക്ലാസ്സേ അല്ലത്, ഇത് ഇക്വിറ്റി ക്ലാസ് ആണ്. ഒരു ബന്ധമില്ല. അല്ല, 58 ഞാൻ പറഞ്ഞപ്പോ അത് മിക്സ് ആയതാണ്. നമ്മൾ എനിക്ക് വാല്യൂ അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമേ സംശയം ഉണ്ടായിരുന്നത്. നമുക്ക് എത്രത്തോളം അതില് മീൻസ് മനസ്സിലായില്ല. ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്യണത് എന്ന് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ ഇവിടെ നമ്മളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുന്നു, നമ്മൾ അതിൽ ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കുന്നതെന്ന് നോക്കുന്നു, സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം മെഷർ ചെയ്യുന്നു. ഇതിൽ വാല്യൂ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് അവിടെ കിട്ടാത്തത്. വാല്യൂ മീൻസ് ചിലപ്പോൾ അതിൽ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ? ആ എമൗണ്ടിനനുസരിച്ച് കറസ്പോണ്ടിങ് ആണല്ലോ 1% അടിയിലേക്കും 2% മുകളിലേക്കും വരുന്നത്. എക്സാക്ട്ലി. ഇപ്പൊ അതില് 49,500 കാണിക്കുന്നത്. അത് എത്രയായാലും നമുക്ക് കുഴപ്പമില്ല. അതിപ്പോ 1% ആയാലും 5% ആയാലും നമുക്ക് വിഷയമല്ല. അപ്പോൾ നമ്മുടെ റിസ്ക് സാർ ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാർ ചൂസ് ചെയ്തിരിക്കുന്നത് 49,500 ടോട്ടൽ എമൗണ്ട്. അതില് 1.31% സ്റ്റോപ്പ് ലോസ് വെച്ചു. അതായത് 17. അതിന് മുകളിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ സാറ് അങ്ങനെയല്ല ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്? അല്ലല്ല, ഇതിൽ ഈ എമൗണ്ട് നിങ്ങൾ നോക്കണ്ട. ഈ എമൗണ്ട് ആയിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വേറെ ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ആ എമൗണ്ട് അവിടെ എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇൻ കേസ് നമുക്ക് ജസ്റ്റ് ഒരു റഫ് ഐഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പഠിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഈ പെർസെന്റേജ് ആണ് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് സ്റ്റോക്കിന്റെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ 17 രൂപ എത്ര പെർസെന്റേജ് ആണെന്നാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം 1344 രൂപേനെ സംബന്ധിച്ചിടത്തോളം ഈ 17 രൂപ 65 പൈസ എത്ര പെർസെന്റേജ് ആണെന്നാണ് നോക്കണം. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്. ഒരു ക്വാണ്ടിറ്റി കണക്കിൽ നോക്കിയ പോരെ സർ? പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ള കൺസെപ്റ്റിൽ പോയാൽ പോരെ? അങ്ങനെ പോയാലും മതി. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി എടുത്താൽ എന്ത് പ്രശ്നം അറിയോ? ഇപ്പൊ ഒരു ദിവസം കിട്ടുന്ന സ്റ്റോക്ക് കുറച്ച് കൂടിയ വിലയുടെ ആയിരിക്കും, അടുത്ത ദിവസം കിട്ടുന്ന സ്റ്റോക്ക് ചിലപ്പോൾ നിസ്സാര വിലയുടെ ആയിരിക്കും. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് 65 രൂപ ലാഭം വരും, അത് നഷ്ടം വരുന്നു എന്ന് വിചാരിച്ചോ. പിന്നത്തെ ദിവസം നിങ്ങൾക്ക് 3 രൂപ ലാഭം വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിൽ അല്ലാതെ ലോസിൽ വരുമ്പോൾ ഈ സ്ട്രാറ്റജീനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രേഡേഴ്സ് എപ്പോഴും ഓരോ ട്രേഡുകളും ഒരു ഫിക്സഡ് റിസ്ക് പെർ ട്രേഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? പല ആൾക്കാരും സാറിപ്പം പറഞ്ഞ പെർസെന്റേജ് കണക്ക് നമുക്ക് ഒരു പഠിച്ചു വരുന്നതിന് മുന്നേ നമ്മളൊരു എമൗണ്ട് അതില് ആഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോ 5,000 rupees ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തോ. അപ്പൊ ഒരു 50 രൂപയല്ലേ നിങ്ങൾക്ക് ഒരു ദിവസം റിസ്ക് എടുക്കണ്ടു. എല്ലാ ദിവസവും നമ്മൾ പരാജയപ്പെടുന്നില്ലല്ലോ. നമ്മൾ ഒരു കൊച്ചുകുട്ടി കോയിൻ ടോസ് ചെയ്യേണ്ടത് കളിക്കുന്ന പോലെ കളിച്ചാലും പകുതി വിജയിക്കില്ലോ. പകുതി ദിവസങ്ങളിൽ വിജയിക്കാൻ ഒരു കഴിവും വേണ്ട, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് 10 ക്വാണ്ടിറ്റിയുടെ എണ്ണം നമുക്ക് കൂടുതൽ വെക്കാൻ പറ്റുമോ? ക്വാണ്ടിറ്റി നിങ്ങൾ അളക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ 5000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ 50 രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ളത് അളന്ന് മേടിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ 20 ട്രേഡ് ചെയ്തു, അതിൽ 12 ട്രേഡ് വിജയിച്ചാൽ നമ്മൾ പ്രോഫിറ്റിലാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ പല സ്റ്റോക്കുകളും ഒരേ ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്താൽ 12 എണ്ണം വിജയിച്ചിട്ടുണ്ടാവും, 8 എണ്ണം പരാജയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. 60% വിന്നിംഗ് റേറ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ലോസിലായേക്കാം. പോയിന്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണത്. ഇനിയിപ്പോ നിങ്ങൾക്ക് 5000 രൂപ ഇല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഒരു ക്വാണ്ടിറ്റി വെച്ച് മേടിച്ചോ, എന്നിട്ട് നിങ്ങളത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അത് കോംപ്ലക്സിറ്റി ആണ്. അതായത് നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് 1 ലക്ഷം രൂപയ്ക്ക് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് എടുത്തിരുന്നെങ്കിൽ, എല്ലാ ദിവസവും ഞാൻ 10,000 രൂപയ്ക്ക് എത്ര കിട്ടുമായിരുന്നു അത്ര എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എത്ര പ്രോഫിറ്റ് ആയിരുന്നു ലോസ് ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിലും ഭേദം നമുക്കൊരു 5,000 rupees ഇട്ടിട്ട് എല്ലാ ദിവസവും 50 രൂപ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാം. അപ്പൊ അതില് ഒന്നും പഠിക്കാണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്താലും സാധാരണ നിലയ്ക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? 100 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ പ്രോബബിലി 40-നും 60-നും ഇടയ്ക്കാണ് ആ കോയിൻ ഹെഡ് ഓർ ടെയിൽ വരാം.
അപ്പൊ ഇതിന്റെയാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പഠിക്കാതെ ഒരു പെർസെന്റേജ് റിസ്ക് എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്താൽ അക്കൗണ്ട് പെട്ടെന്നൊന്നും താഴത്തേക്കും പോവില്ല, മുകളിലേക്കും പോവില്ല. ആ സ്ട്രാറ്റജിക്ക് നല്ലൊരു എഡ്ജ് ഉണ്ടെങ്കിൽ പയ്യെ മുകളിലേക്ക് പോകുള്ളൂ, താഴത്തേക്ക് പോവില്ല. മനസ്സിലായി? പെട്ടെന്ന് അക്കൗണ്ട് എവിടേക്കും പോകുന്നില്ല. കാരണം എന്താ, ഒരു ദിവസം പ്രോഫിറ്റ് വരും, ഒരു ദിവസം ലോസ് വരും, ഒരു ദിവസം പ്രോഫിറ്റ് വരും, ഒരു ലോസ് വരും. അപ്പൊ ചാർജസ് മാത്രമേ കുറയുന്നുള്ളൂ. മനസ്സിലായി? 5000 രൂപയ്ക്ക് നിസ്സാര ചാർജ് ഉണ്ടാവുള്ളൂ. പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 0.03 ബ്രോക്കറേജ് ആണ്, ഫിക്സഡ് 20 രൂപയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഇത് എല്ലാവരോടും ഒരുപോലെ ചെയ്യാൻ പറയുന്നത് എല്ലാവർക്കും ഒരേ റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാർ പല തലയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക, നമുക്ക് ഇതിലൊരു കയ്യും കണക്കും ഇല്ലാണ്ട് പോകും അല്ലെ. അപ്പൊ എല്ലാവരും ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവാ. അപ്പോ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, 2000 ആണ് ക്യാപിറ്റൽ എങ്കിൽ അതിന്റെ 1% എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ട്രേഡ് എത്ര എടുക്കാൻ പറ്റും? 1 എടുക്കാൻ പറ്റും. കാരണം 20 രൂപയാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റിസ്ക് അല്ലെ, 1% എന്ന് പറയുമ്പോൾ. അപ്പൊ ഇനി തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 1000 രൂപയുള്ളൂന്നുണ്ടെങ്കിൽ ചില സ്റ്റോക്കുകൾ കിട്ടില്ല. അപ്പൊ നിങ്ങളത് കിട്ടണത് സ്റ്റോക്കുകൾ വാങ്ങുക, എന്നിട്ട് നിങ്ങളത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു മാസം കഴിയുമ്പോൾ, 20 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഒരു ഫിക്സഡ് റിസ്കിനാണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു, എത്ര ലോസ് കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ സ്ട്രാറ്റജിയിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പൊസിഷൻ സൈസിങ് നമ്മൾ പഠിച്ചു, സ്ട്രാറ്റജി പഠിച്ചു, അതിൽ രണ്ടിലും പറഞ്ഞത് ക്ലിയർ ആണ്, ഓൾമോസ്റ്റ് ക്ലിയർ. സർ, ഇപ്പൊ പേപ്പർ ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് നമ്മളിപ്പോ ഈ വിലക്ക് വാങ്ങി ഈ വിലക്ക് വിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം പെർസെന്റേജ്? സോറി, ഈ മറ്റേ ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നില്ലേ, ബാക്ക് ടെസ്റ്റ് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കഴിഞ്ഞ 100 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 6 മാസം ചെയ്തിരുന്നെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ലോസ് വരുമായിരുന്നു എന്നുള്ളത് ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് രേഖപ്പെടുത്തുകയാണ്, കണക്കെടുക്കുക. അതെ, അത് നമുക്ക് ആ ഒരു ബാക്ക് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ദിവസം കാണാം. ക്ലിയർ ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ക്ലാസ് എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് കാണും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അതിന് മുമ്പുള്ള പ്രീ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി 50ൽ 30 സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വരാം അല്ലെ. അപ്പൊ അടുത്ത ദിവസം തന്നെ നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ ടക്ക എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് ബുള്ളിഷ് ഓർ ബെയറിഷ് മർബസ് കണ്ടുപിടിക്കും. അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഉദാഹരണത്തിന് ആ സ്റ്റോക്ക് ഇതിൽ എങ്ങനെ സെർച്ച് ചെയ്യും, എങ്ങനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും, നമ്മൾ ഓൾറെഡി എത്ര ക്വാണ്ടിറ്റി അളക്കണം എന്നുള്ളത് പഠിച്ചു അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 16 ക്വാണ്ടിറ്റി. അപ്പൊ അതിന് എവിടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കും, ടാർഗറ്റ് എങ്ങനെ വെക്കും, അത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് തെറ്റുപറ്റ് കൂടാതെ എടുത്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഓർഡർ ബുക്കിൽ പോയിട്ട് ചെക്ക് ചെയ്യും, പൊസിഷൻസിൽ നമുക്ക് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ എങ്ങനെ മോഡിഫൈ ചെയ്യും എന്നുള്ളതും എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഏകദേശം 1 മണിക്കൂറോളമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വളരെ തറമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം പിറ്റേ ക്ലാസ് മുതൽ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആദ്യം തന്നെ നമ്മൾ ഒരു 9:20 സ്റ്റാർട്ട് ചെയ്യും. 9:30 ശേഷമാണ് നമുക്ക് ഇത് നോക്കിയിട്ട് കാര്യമുള്ളൂ. 9:30 കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് 30 സ്റ്റോക്കുകൾ നമ്മൾ നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് നമ്മൾ ബുള്ളിഷോ ബെയറിഷോ മർബസോ കണ്ടെത്തിയിട്ട് അത് നമ്മൾ എല്ലാവരും കൂടി ഒരേ ട്രേഡ് തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10-14 പേരുണ്ടെങ്കിൽ കുറച്ച് പേര് ആദ്യത്തെ കുറച്ച് സ്റ്റോക്സുകൾ നോക്കുക, കുറച്ച് പേര് അവസാനത്തെ കുറച്ച് സ്റ്റോക്കുകൾ നോക്കുക. ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് ബുള്ളിഷോ ബെയറിഷ് മർബസോ നിങ്ങൾക്ക് കണ്ടെത്താനായാൽ ചാറ്റ് ബോക്സിൽ ആ കമ്പനിയുടെ പേരിടാം. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് അല്ലെ. അപ്പോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി, എല്ലാവർക്കും 30 സ്റ്റോക്കിന് മാറി നോക്കണ്ട. അപ്പൊ പെട്ടെന്ന് നമുക്ക് എൻട്രി കിട്ടുകയും ചെയ്യും. അപ്പോ ഏറ്റവും ആദ്യം തന്നെ 15 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യണ സ്റ്റോക്കാണ് നമ്മൾ വാങ്ങുക. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർഗറ്റ് വെക്കുന്നു. അപ്പൊ അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ ഒന്ന് ഇതിൽ കൃത്യമായി പോയി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കും നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് ടാർഗറ്റ് വെച്ച് ഒക്കെ വരുമ്പോൾ. ആദ്യം അതൊന്ന് ഫ്ലുവന്റ് ആയി ഡെയിലി നിങ്ങളൊരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് മതി സ്റ്റോപ്പ് ലോസ് വെക്കാൻ, ടാർഗറ്റ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ഇനി ഓരോ കാര്യങ്ങൾ ഇതിൽ ഇംപ്രൂവൈസ് ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ബുള്ളിഷ് മർബസ് വാങ്ങാനല്ല ചെയ്യുന്നത്. പതുക്കെ കുറെ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യും, ഇതിനെ അപ്ഡേറ്റ് മോഡിഫൈ ചെയ്യും. നമ്മൾ നിഫ്റ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിയിട്ട്
മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബൈ മാത്രമേ ചെയ്യുള്ളൂ. മുകളിലേക്ക് പോണ ബുള്ളിഷ് മാർക്കറ്റ്സ് മാത്രമേ വാങ്ങുള്ളൂ. അതിന് നമ്മൾ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ മാർക്കറ്റ്, അമേരിക്കൻ, യൂറോപ്യൻ, ഇന്ത്യ, ഏഷ്യനിലെ ബിഗ് ഇൻഡെക്സുകൾ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് കൂടുതലും ബൈ ആണോ സെല്ലാണോ ചെയ്തിരിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തു നോക്കിയിട്ട് നമ്മൾ നിഫ്റ്റിയിൽ ആദ്യം തന്നെ ഒരു വ്യൂ ഉണ്ടാക്കും. ഇന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള സാധ്യത, ആ സാധ്യതയുള്ള ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. ഇന്ന് നിഫ്റ്റി ബയറിഷ് ആണെങ്കിൽ താഴത്തേക്ക് മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ഇന്ന് നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ മുകളിലേക്ക് മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. അതൊരിക്കലും ഇവിടെ നിഫ്റ്റിയുടെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നിഫ്റ്റി ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് പ്ലസ് ആണോ ഗ്രീൻ ആണോ റെഡ് ആണോ നോക്കിയിട്ട് നമുക്ക് ആ തീരുമാനം എടുത്താൽ ശരിയാവില്ല. കാരണം എന്താ, നിഫ്റ്റി ഇന്ന് 2% മുകളിലാണ് ഇപ്പൊ നിൽക്കണമെന്നുണ്ടെങ്കിലും വൈകുന്നേരം താഴെ പോയേക്കാളും. അപ്പൊ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചാർട്ടിലും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഈ സ്ട്രാറ്റജിയുടെ ഇപ്പൊ ഇത് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇതുപോലെ ചെയ്താൽ തന്നെ ഇതിന് നല്ല മാർക്കറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് നല്ലൊരു എഡ്ജ് ഉണ്ട്. പക്ഷെ ഇത് ചാർട്ട് കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു സ്റ്റോക്ക് ആക്ച്വലി അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ഇത് മുകളിലേക്ക് ട്രെൻഡ് എടുക്കാൻ പാടുള്ളതാണോ, ഇത് ആക്ച്വലി ഇനി താഴത്തേക്ക് പോകാനാണോ സാധ്യത എന്നൊക്കെ ചാർട്ട് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യും. അപ്പൊ അതിലേക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും പുതിയതായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തലേദിവസം പഠിച്ച ഈ ട്രേഡിംഗ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ട്രേഡ് നമ്മൾ എല്ലാവരും കൂടി എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതിനൊരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കും. വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും. അതിനുശേഷം നമ്മൾ ഒരു പുതിയ കാര്യം ഒരു ദിവസം പഠിക്കും. എങ്ങനെ നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസും ചാർട്ട് അനാലിസിസും പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതിലേക്ക് ഇംപ്രൂവൈസ് ചെയ്ത് വരും. അങ്ങനെയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകൾ പോവാം. അപ്പൊ എന്നാണ് ഇനി അടുത്ത ക്ലാസ് എന്നുള്ളത് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ ക്ലാസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്നാണ് അടുത്ത ക്ലാസ് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. നിഫ്റ്റി 30, നിഫ്റ്റി 50-ലെ 30 സ്റ്റോക്സുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവന്നാൽ എളുപ്പമായി. അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മളത് ഓർത്ത് വെച്ചിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരാം. അതിനൊരു KYC പ്രോഗ്രാം ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ആർക്കെങ്കിലും ഈ ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്യാനോ പറ്റാത്തവർ നമ്മുടെ ഇവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാം. അതെന്തായാലും ക്ലിയർ ആക്കാം. ഇനി പൈസ ഇട്ട് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ പൈസ ഇട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാം. പേപ്പർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, ഒരു ആപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് പേജ്, FRONTPAGE. ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അത് വെബ് വെർഷൻ ഇല്ല, മൊബൈൽ വെർഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അഥവാ നിങ്ങൾ പൈസ ഇട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റോക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് വരാം. അപ്പൊ നമ്മൾ അടുത്ത ദിവസം തുടങ്ങി എല്ലാവരും നിർബന്ധമായിട്ടും ട്രേഡ് എടുക്കണം. അപ്പൊ നമ്മളിവിടെ പറയുന്ന ട്രേഡ് നിങ്ങൾ എടുത്തില്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ അടുത്തൊരു പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. ഓക്കെ അല്ലേ? മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സുള്ള സജഷൻസ് ഉണ്ടോ? അപ്പൊ നമ്മളുടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ